അപ്പോൾ ഡെവോപ്സ് സെഷൻ്റെ അടുത്ത സെഷൻ, ഡെവോപ്സ് മലയാളത്തിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വുമൻസ് ഡേ പ്രമാണിച്ച് വുമൻസ് സീരീസ് സെഷൻ്റെ രണ്ടാമത്തെ സെഷനാണ്. ഇന്ന് സെഷൻ എടുക്കുന്നത് മിസ് ഓസ്നി തെരേസയാണ്. മിസ് ഓസ്നി ഒരു CA സർട്ടിഫൈഡ് പ്രൊഫഷണലാണ്, ഡെവോപ്സ് എഞ്ചിനീയർ ആണ്. ഓസ്നിക്ക് ഏകദേശം 7 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. ലിറ്റ്മസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓസ്നി ഇന്ന് എടുക്കാൻ പോകുന്നത് AKS ആണ്. ഒരു ബേസ് സെഷനാണ്. ആദ്യം AKSനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിൻ്റെ എങ്ങനെ അതിനെ കോൺഫിഗർ ചെയ്യാം, അതിൻ്റെ സ്റ്റോറേജിങ്, അതിൻ്റെ നെറ്റ്വർക്കിംഗ്, ഡെമോ പാർട്ടും ഉണ്ട്. 2 മണിക്കൂറാണ് സെഷൻ. അപ്പം എല്ലാവർക്കും ജോയിൻ ചെയ്യുന്നതിൽ ഭയങ്കര നല്ല സന്തോഷം. എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഓസ്നി, നമുക്ക് സെഷൻ തുടങ്ങാം. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ഹലോ, എൻ്റെ പേര് ഉസ്നി. ഞാൻ ലിറ്റ്മസ് ലെവലിലെ ഡെവോപ്സ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ എൻ്റെ ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു AKS എന്നാണ്. ഓക്കെ, സോ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കാം. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാം, അറിയാവുന്ന പോലെ തന്നെ പറഞ്ഞു തരാം. സോ സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഓസ്നി, ഉണ്ട്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ടു AKS. AKS എന്ന് പറയുമ്പോൾ അഷ്വർ കുബർനെറ്റിസ് സർവീസ് ആണ്. അഷ്വർ കുബർനെറ്റിസ് സർവീസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കൺസെപ്റ്റ്സ് ആൻഡ് ടേംസ് ഉണ്ട്. കണ്ടെയ്നർ എന്താണ്, കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ എന്താണ്, കുബർനെറ്റിസ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഷ്വർ കുബർനെറ്റിസ് സർവീസിലേക്ക് പോകാൻ പറ്റുള്ളൂ. കണ്ടെയ്നർ എന്താണ്? കണ്ടെയ്നർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സ്, ഒരു സോഫ്റ്റ്വെയറിന് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബൈനറീസും ഡിപ്പെൻഡൻസീസും ലൈബ്രറീസും എല്ലാം കൂടി നമ്മൾ ഒരു ബോക്സിന്റെ അകത്താക്കിയിട്ട് ഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലാക്കും. എന്നിട്ട് അതൊരു സെർവറിൽ കൊണ്ടുപോയിട്ട് റൺ ചെയ്യിക്കും. അതിനെയാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്പൊ കണ്ടെയ്നർ ആയിട്ട് ഡിപ്ലോയ് ചെയ്തു എന്ന് വെക്കാം. ഒരു കണ്ടെയ്നർ ആണെങ്കിൽ ഓക്കെ. ഒന്നിലധികം കണ്ടെയ്നർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ അപ്പാക്കും? ആപ്ലിക്കേഷൻസിന്റെ യൂസേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ നമ്മൾ എങ്ങനെ ഈ കണ്ടെയ്നർ സ്കെയിൽ ചെയ്യും? ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇതിന്റെ ബാക്ക് എൻഡിൽ നമുക്ക് മാനേജ് ചെയ്യേണ്ടത് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രോസസ്സിനെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുന്ന ആളാണ് കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോം ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു പോപ്പുലർ ആയിട്ടുള്ള കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോം ടൂൾ ആണ് നമ്മളുടെ കുബർനെറ്റിസ്. കുബർനെറ്റിസ് ചെയ്യുന്നത് ഈ ഡിപ്ലോയ്മെന്റും സ്കെയിലിങ്ങും ഈ കണ്ടെയ്നറൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന്റെ കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇത് തന്നെത്താനെ ഏറ്റെടുത്ത് നടത്തിക്കോളും. ഓക്കെ, സോ ഇനി കുബർനെറ്റിസിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, കുബർനെറ്റിസ് ഓപ്പൺ സോഴ്സ് ആണെന്ന് പറഞ്ഞു. നമുക്കൊരു സെൽഫ് മാനേജ്ഡ് അല്ലെങ്കിൽ ഓൺ പ്രിമിസ് ആയിട്ടുള്ള സെർവറിൽ നമുക്ക് എടുത്ത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഡിപ്ലോയ് ചെയ്യുന്നതിന് കുറച്ച് പാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റലേഷൻ തന്നെ ടൈം കൺസ്യൂമിങ് ആണ്, കോംപ്ലെക്സ് ആണ്. പിന്നെ അതിന്റെ കൺട്രോൾ പ്ലെയിൻ, അതായത് മാസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടും നമുക്ക് പാടാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോ പോപ്പുലർ ആയിട്ടുള്ള ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ലൈക്ക് അഷ്വർ അല്ലെങ്കിൽ AWS ഈ കുബർനെറ്റിസിനെ എടുത്തിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ മാനേജ്ഡ് സർവീസ് ആക്കി ഇറക്കാൻ തുടങ്ങി. അതിനെയാണ് നമ്മൾ ഇപ്പൊ അഷ്വർ ഇറക്കിയ മാനേജ്ഡ് കുബർനെറ്റിസ് സർവീസിനെയാണ് നമ്മൾ അഷ്വർ കുബർനെറ്റിസ് സർവീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അഷ്വർ കുബർനെറ്റിസ് സർവീസിന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാസ്റ്റർ അല്ലെങ്കിൽ കൺട്രോൾ പ്ലെയിൻ മാനേജ്ഡ് ആണ് എന്നതാണ്. അപ്പൊ അഷ്വർ നമ്മളുടെ മാസ്റ്റർ നോട്ട്സ് മാനേജ് ചെയ്തോളൂ. ബാക്കി നമുക്ക് വർക്കർ നോട്ട്സ് എന്നുള്ള പാർട്ട് മാത്രം നോക്കിയാൽ മതി. അതായത് നമ്മളുടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നത് ഈ വർക്കർ നോട്ട്സിലാണ്. ഈ വർക്കർ നോട്ട്സ് നമ്മൾ ആപ്ലിക്കേഷൻ എങ്ങനെ ഡിപ്ലോയ് ചെയ്യും, അതിന്റെ ലോജിക്കും അതിന്റെ കാര്യങ്ങളും മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പൊ അവിടെ നമുക്ക് വലിയൊരു തലവേദന ഒഴിഞ്ഞു കിട്ടുക. ഓക്കെ, അപ്പൊ അതിന്റെ കോസ്റ്റ് വരുന്നത് നമുക്ക് ഫ്രീ ടയറിൽ നമുക്ക് കൺട്രോൾ പ്ലെയിൻ കോസ്റ്റ് ഫ്രീ ആണ്. പക്ഷെ സ്റ്റാൻഡേർഡ് പ്രീമിയം വരുമ്പോഴത്തേക്കും വാരി ചെയ്യും.
ഫ്രീ സ്റ്റാൻഡേർഡ് ആവുമ്പോഴത്തേക്കും $0.10 ആണ്. പക്ഷെ SLA എന്ന് പറഞ്ഞത് അവര് 99.5 സംതിങ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പ്രീമിയത്തിന് അതിൽ കൂടുതലുണ്ട്. 0.60 ആണ് പെർ അവർ വരുന്നത്. പിന്നെ അതിന്റെ ഇതാണ് ഒരു പ്രൈസിങ്ങിന്റെ ലിങ്ക് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മീൻസ് എന്തൊക്കെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഫ്രീ ടയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി. മറ്റേതിന് അതിനെ പോലത്തുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും കിട്ടുന്നതാണ്. ഞാനത് ചാറ്റിൽ ഇടാം. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് വരുമ്പോഴത്തേക്കും ആദ്യത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാനേജർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇനി അപ്ഡേറ്റ്സ്, നിങ്ങളുടെ ക്ലസ്റ്റർ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള വേർഷനിൽ ഈ അഷ്വർ തന്നെ നോക്കിക്കോളും. നിങ്ങൾക്ക് ഒരു ക്ലിക്കിൽ ഓട്ടോമേറ്റഡ് അപ്ഡേറ്റ്സ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ വേർഷൻ വരുമ്പോൾ അഷ്വർ തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് പൊക്കോളും. ഇനി വേണ്ട, നിങ്ങൾക്ക് ഇപ്പൊ ആപ്ലിക്കേഷൻ ക്രിട്ടിക്കൽ ആണ്, ഡൗൺ ടൈം പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസും നമ്മളുടെ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അഷ്വർ എന്ന് പറഞ്ഞ ക്ലൗഡ് പ്രൊവൈഡ് ഓഫർ ചെയ്യുന്നത് കാരണം തന്നെ മോണിറ്ററിങ്ങും ലോഗിങ്ങും ഒക്കെ നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ കിട്ടും. കണ്ടെയ്നർ ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് നമ്മൾ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഷ്വർ തന്നെ നിങ്ങളുടെ നോഡിന്റെ മെട്രിക്സ്, കോഡിന്റെ മെട്രിക്സ് എല്ലാം ഫ്രണ്ടിൽ കൊണ്ടുതരും. പിന്നെ സ്കെയിലബിലിറ്റി ആൻഡ് പെർഫോമൻസ്, നമ്മൾക്ക് ഈ ഓൺ പ്രമിസിലൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും കോഡിന്റെ കാര്യം ഓക്കെ കുബർനെറ്റിസ് നോക്കിക്കോളും. പക്ഷെ നോഡിന്റെ കാര്യം കുറച്ച് നമ്മൾ തന്നെ നോക്കണം, എങ്ങനെ ഇത് സ്കെയിൽ ചെയ്യും എന്നുള്ളത്. ഇതൊന്നും നമുക്ക് ഒരു മാനേജ്ഡ് ആയിട്ടുള്ള ഈ AKS വരുമ്പോഴത്തേക്കും നമുക്ക് ഈ നോഡിന്റെ സ്കെയിലിംഗ് ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന്റെ സെറ്റിങ്സ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. നോഡിന്റെ അല്ലെങ്കിൽ നോഡില് റിസോഴ്സസ് ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കും നമ്മളുടെ AKS ഓൾറെഡി നോഡ് സ്കെയിൽ ചെയ്ത് അതിൽ കോഡ് ഷെഡ്യൂൾ ആയിക്കോളും. പിന്നെ ഹൈ അവൈലബിലിറ്റി, ക്ലസ്റ്റർ നമുക്ക് അവൈലബിലിറ്റി സോൺ ആയിട്ട് കൊടുക്കാം. അപ്പൊ ഒരു സോൺ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ബാക്കി 2 സോണിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്പായിരിക്കും. അതൊക്കെ എങ്ങനെയാണെന്ന് ഡെമോ ഉണ്ട്, ആ സമയത്ത് ഒന്നും കൂടി പറയാം. ഈ അടുത്തത് വരുമ്പോ AKS ക്ലസ്റ്റർ ആർക്കിടെക്ചർ ആണ്. ഓക്കെ, AKS ക്ലസ്റ്റർ ആർക്കിടെക്ചറിൽ ആക്ച്വലി ഇത് കുബർനെറ്റിസിന്റെ ആർക്കിടെക്ചർ തന്നെയാണ്. ആകെപ്പാടെ ഡിഫറൻസ് വരുന്നത് നമ്മളുടെ കൺട്രോൾ പ്ലെയിൻ മൊത്തം അഷ്വർ മാനേജ്ഡ് ആയിരിക്കും, നോഡിന്റെ പോർഷൻ മൊത്തം കസ്റ്റമർ മാനേജ്ഡ് ആയിരിക്കും. ഇതാണ് ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലാം നമ്മളുടെ കുബർനെറ്റിസ് ആർക്കിടെക്ചർ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ കൺട്രോൾ പ്ലെയിൻ ആർക്കിടെക്ചറിൽ വരുന്നത്, അതായത് ഈ മാസ്റ്ററിൽ വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് API സെർവർ, ഷെഡ്യൂളർ, HCD, കൺട്രോൾ മാനേജർ. ഓക്കെ, API സെർവർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രൈമറി ആയിട്ടുള്ള കമ്പോണന്റ് ആണ് കുബർനെറ്റിസിന്റെ. നമ്മൾ യൂസർ വഴിയോ അല്ലെങ്കിൽ കമാൻഡ് ലൈൻ വഴിയോ നമ്മൾ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ API സെർവറിനോടാണ്. ഈ API സെർവർ ആണ് ഇപ്പൊ QCTL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് അടിക്കുമ്പോൾ API സെർവറിനോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. API സെർവറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റിസൾട്ട് കിട്ടില്ല. അപ്പൊ ഈ API സെർവർ ആണ് ബാക്കി HCD ന്നും ബാക്കി സാധനങ്ങളിൽ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കൊണ്ട് തരുന്ന ആള്. API സെർവർ ആണ് മെയിൻ ആയിട്ട് നമ്മളുടെ കുബർനെറ്റിസ് ക്ലസ്റ്ററിൽ ഓർക്കസ്ട്രേഷൻ പെർഫോം ചെയ്യുന്ന ആള്. ഓക്കെ, HCD എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കീ വാല്യൂ സ്റ്റോർ ആണ്. നമ്മളുടെ ക്ലസ്റ്ററിന്റെ കറന്റ് സ്റ്റേറ്റ്, അതിന്റെ കോൺഫിഗറേഷൻസ്, ഡീറ്റെയിൽസ് എല്ലാം കീ വാല്യൂ പെയർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ HCD-യിലാണ്. ഓക്കെ, ഇനി അടുത്ത കമ്പോണന്റ് ആണ് ഷെഡ്യൂളർ. ഷെഡ്യൂളർ എന്ന് പറയുമ്പോൾ ഒരു കോഡ് അപ്പാകുമ്പോൾ ആ കോഡ് ഏത് നോഡിൽ പോയിട്ട് അലോക്കേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് ഷെഡ്യൂളർ. അടുത്തത് കൺട്രോൾ മാനേജർ. കൺട്രോൾ മാനേജർ എന്ന് പറയുമ്പോൾ നമുക്ക് കുബർനെറ്റിസ് ക്ലസ്റ്ററിൽ കുബർനെറ്റിസിൽ നമുക്ക് കുറെ കൺട്രോൾ മാനേജേഴ്സ് അവൈലബിൾ ആണ്. ഡിപ്ലോയ്മെന്റ്, റെപ്ലിക്ക സെറ്റ്, നോഡ്, ഇതിനെല്ലാം ഓരോരോ കൺട്രോളേഴ്സ് അവൈലബിൾ ആണ്. റെപ്ലിക്ക സെറ്റ് കൺട്രോളർ മാനേജർ, ഡിപ്ലോയ്മെന്റ് കൺട്രോളർ മാനേജർ, നോഡ് കൺട്രോളർ മാനേജർ. ഇതിന്റെയൊക്കെ എല്ലാം കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിലത്തെ ഇപ്പൊ നോഡ് ആണെന്നുണ്ടെങ്കിൽ നോഡ് ഹെൽത്തി ആണോ, നോഡിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കുന്ന ആളാണ് നോഡ് കൺട്രോളർ മാനേജർ. അതേപോലെ റെപ്ലിക്ക സെറ്റ് വരുമ്പോൾ
2 റെപ്ലിക്ക ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ റെപ്ലിക്ക 2 എണ്ണം ഓടുന്നുണ്ടോ എന്ന് ഓവർസീ ചെയ്യുന്ന ആളാണ് റെപ്ലിക്കേഷൻ കൺട്രോളർ മാനേജർ. ഈ കൺട്രോളർ മാനേജേഴ്സിനെല്ലാം ഓവർസീ ചെയ്യുന്ന അതിന്റെയും കൂടി ഹെഡായിട്ട് നിൽക്കുന്ന ആളാണ് കൺട്രോളർ മാനേജർ. ഓക്കെ. ഇനി കസ്റ്റമർ മാനേജർ, അതായത് നമ്മൾ നോഡ് സൈഡിൽ വരുമ്പോഴത്തേക്കും എത്ര കമ്പോണൻസ് ഉണ്ട് എന്ന് നോക്കാം. ക്യൂബ്ലെറ്റ്, ക്യൂബ് പ്രോക്സി, കണ്ടെയ്നർ റൺ ടൈം. ക്യൂബ്ലെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ നോഡിലും പോയിട്ട് ഡിപ്ലോയ് ആവുന്ന ഒരു ഏജന്റ് ആണ്. എല്ലാ നോഡിലും കാണും ക്യൂബ്ലെറ്റ് ഏജന്റ്. ക്യൂബ്ലെറ്റ് ആണ് നമ്മളുടെ API സെർവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് API സെർവർ പറയുന്ന പോലെ ഈ ഓർക്കസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നോഡിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളാണ് ക്യൂബ്ലെറ്റ്. ഇനി ക്യൂബ് പ്രോക്സി എന്ന് പറയുമ്പോൾ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു പോഡ് അപ്പാകുമ്പോൾ ആ പോഡിന് ബാക്കി പോഡായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള റൂൾസ് ഒക്കെ ഇൻ പ്ലേസ് ആണോ അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ആളാണ് ക്യൂബ് പ്രോക്സി. കണ്ടെയ്നർ റൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നർ റൺ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ് കണ്ടെയ്നർ റൺ ടൈം. ഓക്കെ. അപ്പൊ ഇത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമുക്കൊരു ക്ലസ്റ്ററിൽ പോയിട്ട് എങ്ങനെയാണ് AKS ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കുന്നതാണ്. ഇതുവരെ ക്ലിയർ അല്ലേ? ഞാൻ ഫാസ്റ്റ് ആയിട്ടൊന്നും പോകുന്നില്ലല്ലോ. ആരെങ്കിലും? ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ, സോ നമുക്ക് അടുത്തത് ഡെമോയാണ്. ഇതാണ് നമ്മളുടെ അഷ്വർ പോർട്ടൽ. ഞാനൊരു ഫ്രീ അക്കൗണ്ട് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കുബർനെറ്റിസ് സർവീസ് ക്രിയേറ്റ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ. ഇവിടെ കുബർനെറ്റിസ് സർവീസ് ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുബർനെറ്റിസ് സർവീസ് കിട്ടും. നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്. ഓക്കെ. പിന്നെ ക്രിയേറ്റ് കുബർനെറ്റിസ് ക്ലസ്റ്റർ ഓപ്ഷൻ ഉണ്ട്. പിന്നെയും 2 അഷ്വർ ആർക്കിന്റെ ഒക്കെ കിടപ്പുണ്ട്. ഈ അഷ്വർ ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് ആയിട്ട് ഓൺ പ്രമിലും ക്ലൗഡിലും കൂടി ഡിപ്ലോയ് ചെയ്യാൻ ഒരു സാധനമാണ്. നമുക്ക് അതിലേക്ക് കടക്കുന്നില്ല. ഈ ക്രിയേറ്റ് കുബർനെറ്റിസ് ക്ലസ്റ്റർ എടുക്കാം. ഓക്കെ. അത് ഇതില് ആദ്യത്തെ തന്നെ നമുക്ക് വരുന്നത് സബ്സ്ക്രിപ്ഷൻ ഏതാണെന്നാണ്. നമുക്കിവിടെ ആകെപ്പാടെ ഫ്രീ ട്രയൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കാം, ലോവറിനും ബ്രോഡിനൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അതില് റിസോഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫോൾഡർ ലൈക്ക് സ്ട്രക്ചർ എന്നൊക്കെ പറയാം. അതായത് നമ്മളുടെ റിസോഴ്സസ് എല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ചെയ്ത് ഒരു റിസോഴ്സ് ഗ്രൂപ്പിന്റെ അണ്ടറിലാക്കുന്നു. അപ്പൊ അതിന്റെ പർപ്പസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലേബിൾ ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റിന്റെ സമയത്തൊക്കെ ഏത് റിസോഴ്സ് ഗ്രൂപ്പ് ആണ് കൂടുതൽ എടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പോളിസി അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതായത് ആർബാക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ഈ റിസോഴ്സ് ഗ്രൂപ്പിനെ മാത്രം ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ റിസോഴ്സ് ഗ്രൂപ്പ് ഇപ്പൊ AKS ടെസ്റ്റ് ക്ലസ്റ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് എടുക്കുന്നത്. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടത് കൊണ്ട് അത് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് ക്ലസ്റ്റർ പ്രീസെറ്റ് കോൺഫിഗറേഷൻ ആണ്. നമ്മളുടെ AKS തന്നെ കുറച്ച് കോൺഫിഗറേഷൻ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ അറിയാത്ത ഒരാളാണ് എന്തൊക്കെ കോൺഫിഗറേഷൻ കൊടുക്കണം എന്ന് ഒരാൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ AKS തന്നെ സ്പെസിഫൈ ചെയ്തിട്ട് അഷ്വർ തന്നെ കുറച്ച് കോൺഫിഗറേഷൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡെവ് ടെസ്റ്റിന്. അതായത് നമുക്ക് ഒരു ഡെമോ പർപ്പസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ഡെവ് ടെസ്റ്റ് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു നോട്ട് പൂളിൽ എന്തോരം സൈസ് ഉള്ള നോഡ് വേണം, അല്ലെങ്കിൽ ബാക്കി ഓപ്ഷൻസ് ഒക്കെ എന്ത് സ്പെസിഫൈ ചെയ്യണം എന്നുള്ളത് ഇത് തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഞാനിവിടെ ഡെമോ പർപ്പസ് ആയതുകൊണ്ട് ഡെവ് ടെസ്റ്റ് തന്നെ ചൂസ് ചെയ്യാണ്. ഇനി കുബർനെറ്റിസ് ക്ലസ്റ്റർ നെയിം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്ലസ്റ്റർ നെയിം കൊടുക്കുക. AKS ടെസ്റ്റ് ക്ലസ്റ്റർ 01 എന്നാണ് കൊടുക്കുന്നത്. ഇനി റീജിയൻ വരുമ്പോൾ ഏത് റീജിയനിലാണ് ക്ലസ്റ്റർ ഡിപ്ലോയ് ചെയ്യേണ്ടത്. അപ്പൊ പ്രോബബ്ലി നമുക്കിപ്പോ ആപ്ലിക്കേഷൻ ഏത് ബേസ്ഡ് ആണ് അല്ലെങ്കിൽ അപ്പൊ അതിനോട് അടുത്ത് നിൽക്കുന്ന റീജിയനൊക്കെയാണ് എല്ലാവരും ചൂസ് ചെയ്യാറ്. ഞാനിപ്പോ ഒരു ഈസ്റ്റ് US ആണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ കിടക്കുകയാണ്. അവൈലബിലിറ്റി സോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര അവൈലബിലിറ്റി സോൺ വേണം, സോൺ 1, സോൺ 2, സോൺ 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നോഡ് പൂൾസ് അല്ലെങ്കിൽ നോഡ് പോയിട്ട് ഡിപ്ലോയ് ആവുന്നത് ഈ 3 അവൈലബിലിറ്റി സോണിലായിരിക്കും. ഏതെങ്കിലും ഒരു അവൈലബിലിറ്റി സോൺ ഡൗൺ ആയാലും
മറ്റേ 2 സോണിൽ നിന്ന് നമ്മളുടെ ആപ്ലിക്കേഷൻ അപ്പായിരിക്കും. ഈ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കിത് ചൂസ് ചെയ്യാം. ഡെമോ പർപ്പസിന് ഏതാണ് ഞാൻ ഞാൻ കൊടുക്കുകയാണ്. ഇനി AKS പ്രൈസിങ് ടൈം. ഇതിപ്പോ ഫ്രീ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ചൂസ് ചെയ്യാം. ഞാൻ ഫ്രീ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്, ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആയത് കാരണം. കുബർനെറ്റിസ് വേർഷൻ, ഏത് കുബർനെറ്റിസ് വേർഷൻ വേണം നിങ്ങളുടെ ക്ലസ്റ്ററിന് ഇവിടെ ചൂസ് ചെയ്യാം. ഓൾറെഡി AKS ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് നമുക്ക് പറഞ്ഞു തരാം. ഇനി അതിനും ഇപ്പൊ 1.283യിലാണ് നിൽക്കുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. 285 ഉണ്ട്. ഓക്കെ, 290 ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിന് തന്നെ വേണം എന്നുള്ളതിന് 290ക്ക് നിങ്ങൾക്ക് കൊടുക്കാം. അല്ല, ഓക്കെ, കേസ് റെക്കമെൻഡ് ചെയ്തതുപോലെ തന്നെ 279 പോകണം എന്നുണ്ടെങ്കിൽ 279 തന്നെ കൊടുക്കാം. ഇനി ഓട്ടോമാറ്റിക് അപ്ഗ്രേഡ് ഞാൻ പറഞ്ഞായിരുന്നു, ക്ലസ്റ്റർ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇനേബിൾഡ് ഓപ്ഷൻസ് കൊടുക്കാം. ഇനേബിൾ സ്റ്റേബിൾ വെച്ചിട്ട് കൊടുക്കാം, പാച്ച് വെച്ചിട്ട് കൊടുക്കാം. ഇല്ല, നിങ്ങളുടെ ആപ്ലിക്കേഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിൻഡോയിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലസ്റ്റർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസേബിൾഡ് കൊടുക്കാം. മാനുവലി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ്സും പോർട്ടലിൽ നിന്നും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി നോഡ് സെക്യൂരിറ്റി ചാനൽ ടൈപ്പ്. ഇനി ക്ലസ്റ്റർ അപ്ഗ്രേഡ് ചെയ്തിട്ട് തന്നെ നോഡിന് സെക്യൂരിറ്റി പാച്ചസ് അല്ലെങ്കിൽ ഇമേജ് വേർഷൻ അപ്ഗ്രേഡ് ചെയ്യണം എന്നില്ല. നമുക്ക് ക്ലസ്റ്റർ അപ്ഗ്രേഡ് ചെയ്യാണ്ടും നമുക്ക് നോഡ് ഇമേജ് വേർഷൻ അപ്ഗ്രേഡ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസ് ആണ് ഈ നോഡ് സെക്യൂരിറ്റി ചാനൽ ടൈപ്പ് എന്നുള്ള ഓപ്ഷനിലുള്ളത്. ഇതിൽ നോഡ് ഇമേജ് ഉണ്ട്. നോഡ് ഇമേജിന് ഏത് നോഡ് ഇമേജ് ആണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഷെഡ്യൂളും കാര്യങ്ങളും കൊടുക്കാം. ഇന്ന വേർഷനിൽ, അതായത് നോഡ് ഇമേജ് അപ്ഗ്രേഡ് ആവുള്ളൂ, അപ്പൊ നോഡ് പൂൾ അൺഅവൈലബിൾ ആകും, വേറൊരു നോഡ് പൂൾ വരും. അല്ലെങ്കിൽ ആ നോഡ് അവൈലബിൾ അറ്റ്ലീസ്റ്റ് അൺഷെഡ്യൂൾഡ് ആയിട്ട് അത് പിന്നെ അവൈലബിൾ ആകുമ്പോഴേ പിന്നെ ഷെഡ്യൂൾഡ് ആയിട്ട് വരുള്ളൂ. അപ്പൊ ചെറിയൊരു ഒരു അൺഅവൈലബിലിറ്റി കാണും. പക്ഷെ ഡിപ്പെൻഡിങ് ഓൺ നമ്മളുടെ ആപ്ലിക്കേഷന്റെ കോൺഫിഗറേഷൻ ഡൗൺ ടൈം ഉണ്ടാവാതിരിക്കുക. റോൾ ഔട്ടും കാര്യങ്ങളൊക്കെയാണ്, ഡിപ്ലോയ്മെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺ ആവില്ല. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മളുടെ നോഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും നമുക്ക് ഇവിടെ റിസീവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത് ഒതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ ആണ്. കുബർനെറ്റിസ് ക്ലസ്റ്ററിലേക്ക് നമുക്ക് ആർക്കൊക്കെ ആക്സസ് കൊടുക്കണം, ഏതൊക്കെ ആപ്ലിക്കേഷൻ ആക്സസ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഇതിന് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ലോക്കൽ അക്കൗണ്ട്സ് വിത്ത് കുബർനെറ്റിസ് ആർബാക്ക്, അഷ്വർ AD ഒതന്റിക്കേഷൻ വിത്ത് കുബർനെറ്റിസ് ആർബാക്ക്, അഷ്വർ AD ഒതന്റിക്കേഷൻ വിത്ത് അഷ്വർ ആർബാക്ക്. ആദ്യത്തെ ലോക്കൽ അക്കൗണ്ട്സ് വിത്ത് കുബർനെറ്റ് ആർബാക്ക്, ഇത് വേറെ ഒന്നും ചെയ്യില്ല. നമ്മൾ കുബർനെറ്റിസിലുള്ള ഒബ്ജക്ട്സ് ആണ് റോളും റോൾ ബൈൻഡിങ്സും. ഓക്കെ, അപ്പൊ ഈ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുബർനെറ്റിസിൽ പെർമിഷൻസ് ഡിഫൈൻ ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ ഏതിലോട്ടൊക്കെ നമുക്ക് ഇപ്പൊ വേറൊരു ഒബ്ജക്റ്റിലേക്ക് റൈറ്റ് പെർമിഷൻ വേണോ, റീഡ് പെർമിഷൻ വേണോ എന്നുള്ളത് നമുക്ക് ഈ റോളിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ റോള് നമ്മൾ റോൾ ബൈൻഡ് ചെയ്തിട്ട് ഒരു സെക്യൂരിറ്റിക്ക് ഒരു യൂസറിനോ കൊടുക്കുമ്പോൾ അയാൾക്ക് ആ റോള് ആ പെർമിഷൻ കിട്ടും. അത് കുബർനെറ്റിസിലുള്ള ഫീച്ചറാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുബർനെറ്റിസിന്റെ ഫീച്ചർ മാത്രമേ കിട്ടുള്ളൂ. ഇനി വേറെ ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്വർ AD ഉണ്ട്. അഷ്വർ AD ഒതന്റിക്കേഷൻ വിത്ത് കുബർനെറ്റിസ് ആർബാക്ക്. അപ്പൊ ഒതന്റിക്കേഷൻ സംഭവിക്കുന്നത് നമ്മളുടെ അഷ്വർ AD ഉണ്ട്. അഷ്വർ AD യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അഷ്വർ AD കൂടി നമുക്ക് ഒതന്റിക്കേഷൻ സംഭവിക്കും. പക്ഷെ ഓതറൈസേഷൻ, അതായത് നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ പെർമിഷൻസ് അലോട്ട് ചെയ്യണം എന്നുള്ളത് കുബർനെറ്റിസ് ആർബാക്ക് വെച്ചിട്ടാണ് പോകുന്നത്. മൂന്നാമത്തത് അഷ്വർ AD ഒതന്റിക്കേഷൻ വിത്ത് അഷ്വർ ആർബാക്ക്. അഷ്വറിൽ തന്നെ നമുക്ക് AD ഒതന്റിക്കേഷൻ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. എന്നിട്ട് അഷ്വർ ആർബാക്ക് വെച്ചിട്ട് തന്നെ ആക്സസും കൊടുക്കാം. അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ, അഷ്വർ AD ഒതന്റിക്കേഷൻ വിത്ത് അഷ്വർ ആർബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻസ്. രണ്ടും നമ്മൾക്ക് അഷ്വറിൽ തന്നെ ഡിഫൈൻ ചെയ്ത് അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നോഡ് പൂൾസ് ആണ്. അപ്പൊ നോഡ് പൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് നോഡ്സ്. ഒരു നോഡ് പൂളിൽ നമുക്ക് എത്ര എന്തോരം നോഡ് അസൈൻ ആവണം, അല്ലെങ്കിൽ എന്തോരം നോഡ്സ് അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഡിഫോൾട്ട് ആയിട്ട് ഒരു സിസ്റ്റം നോഡ് പൂള് ആവശ്യമാണ്. കാരണം കുബർനെറ്റിസിന്റെ ക്യൂബ് സിസ്റ്റത്തിന്റെ കോഡും കാര്യങ്ങളൊക്കെ
റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സിസ്റ്റം ഏജന്റ് പൂൾ എന്തായാലും ആവശ്യമാണ്. എക്സ്ട്രാ നമുക്ക് ഇവിടെ ആഡ് നോട്ട് പൂൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു യൂസർ അല്ലെങ്കിൽ സിസ്റ്റം മോഡ് നോട്ട് പൂൾ അസൈൻ ചെയ്യാം. ഓക്കെ, മോഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിസ്റ്റം മോഡിലാണ് നമ്മളുടെ കുബർനെറ്റിസ് സിസ്റ്റം പോഡ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത്. യൂസർ മോഡായിട്ടുള്ള നോട്ട് പൂൾസിലാണ് നമ്മൾ പൊതുവെ നമ്മളുടെ വർക്ക് ലോഡ്സ് നമ്മളുടെ ആപ്ലിക്കേഷൻ വർക്ക് ലോഡ്സ് ഡിപ്ലോയ് ചെയ്യാറ്. ഓക്കെ, ഇവിടെ ഒരു നോട്ട് പൂള് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് നോട്ട് പൂൾ 01. ഓക്കെ, നമ്മൾ യൂസർ നോട്ട് പൂൾ ആണ്. എന്നിട്ട് OS ഏത് വേണം, ഇമേജ് ഏത് വേണം, Azure Linux വേണോ, Ubuntu Linux വേണോ എന്നുള്ളത് നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്യാം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ വരാം. ഓക്കെ, ടെസ്റ്റ് നോട്ട് പൂൾ ആഡ് ചെയ്യാണ് യൂസർ മോഡിൽ. ഇനി ഒരു Ubuntu Linux അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് വേണമെന്നുണ്ടെങ്കിൽ വിൻഡോസ് ചൂസ് ചെയ്യാം. അവൈലബിലിറ്റി സോൺ വേണമെങ്കിൽ അവൈലബിലിറ്റി സോൺ ചൂസ് ചെയ്യാം. എത്ര അവൈലബിലിറ്റി സോൺ വേണം എന്നുള്ളത് നമുക്കിവിടെ ടിക്കറ്റ് കൊടുക്കാം. പിന്നെ Azure സ്പോട്ട് ഇൻസ്റ്റൻസസ് വേണ്ടയോ എന്നുള്ളത് ഇനേബിൾ ചെയ്യാം. ഇനി അടുത്തത് നോട്ട് സൈസ് ആണ്. നോട്ട് സൈസ് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ വർക്ക് ലോഡ്സിന് എത്ര നോട്ട് സൈസിൽ ഉള്ള പോർട്സ് ഒക്കെയാണ് വേണ്ടത്, അതായത് നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോരം റിസോഴ്സസ് വേണം, അതിന് എത്ര റെപ്ലിക്കാസ് വേണ്ടി വരും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുമ്പോഴത്തേക്കും അത്രയും റിസോഴ്സസ് നമുക്ക് നോഡിൽ വേണ്ടി വരും. അതനുസരിച്ചിട്ട് വേണം ഈ അഷ്വറിന്റെ VM സൈസ് സെലക്ട് ചെയ്യാനായിട്ട്. ഇവിടെ ഓൾറെഡി നമുക്ക് vCPU, RAM, ഡാറ്റാ ഡിസ്ക്, IOPS എല്ലാം അവൈലബിൾ ആണ്. കോസ്റ്റും കൂടി ഉണ്ട്. കോസ്റ്റ് അവൈലബിൾ ആണ്. ഇവിടെ കോസ്റ്റ് പെർ മന്തും അവൈലബിൾ ആണ്. അപ്പൊ ഇപ്പൊ ഒരു പ്രോജക്റ്റിന് ഇത്ര കോസ്റ്റ് ആണ് അവർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയ റിസോഴ്സസ് അനുസരിച്ചിട്ട് ഒരു സ്കൂ ഇവിടെ സെലക്ട് ചെയ്യും. ഞാനിപ്പോ ഇവിടെ ഒരു ഓക്കെ സ്റ്റാൻഡേർഡ് D2S V3 ആണ് സെലക്ട് ചെയ്തത്. ബേസിക് സാധനമാണത്. ഇനി സ്കെയിൽ മെത്തേഡ്, ഓട്ടോ സ്കെയിലും മാനുവലും. അപ്പൊ ഓട്ടോ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു മിനിമം നോട്ട് കൗണ്ട് മാക്സിമം നോട്ട് കൗണ്ട് കൂടെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇപ്പൊ മിനിമം നോട്ട് കൗണ്ട് ഇപ്പൊ 1 നോട്ട് കൗണ്ട് മതി. അതായത് നിങ്ങളിപ്പോ ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഒരു മിനിമം റെപ്ലിക്ക ആയിട്ട് ഒരു 1 ഇതും, പക്ഷെ മാക്സിമം റെപ്ലിക്ക ആയിട്ട് ഒരു വലിയൊരു എമൗണ്ട് ആണ്, ഒരു 12 or 15 വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസോഴ്സസിന് അല്ലെങ്കിൽ ഒരു ലിമിറ്റ്, ഒരു CPU ലിമിറ്റ് ഒരു 1 GB അങ്ങനെ 1 കോറോ എന്തെങ്കിലും കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ നോഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ കോഡ് വരുമ്പോഴത്തേക്കും നോഡിന്റെ റിസോഴ്സസ് അലോക്കേറ്റ് ആയിട്ടില്ല, നോഡിന്റെ റിസോഴ്സസ് ഇതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറൊരു നോഡ് പ്രൊവിഷൻ ചെയ്യണം. അങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോഴത്തേക്കും നമുക്കിത് കൊടുക്കാം. അപ്പൊ ഒരു കുറച്ച് പോഡ്സ് വരുമ്പോഴത്തേക്കും അതിനുള്ള റിസോഴ്സസിനുള്ള അവൈലബിൾ ആയിട്ടുള്ള നോഡിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു നോഡ് പ്രൊവിഷൻ ചെയ്യാനുള്ള കോൺഫിഗറേഷൻ ആണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നോഡ്സ് ഈ കോൺഫിഗറേഷൻ വെച്ചിട്ട് സ്കെയിൽ ആയിക്കോളും. അല്ല വേണ്ട, നമുക്ക് ഇത്ര മാനുവൽ ആയിട്ട് ഇത്ര നോഡ് മാത്രം റൺ ചെയ്താൽ മതി, അതിനുള്ള ആപ്ലിക്കേഷനേ ഉള്ളൂ, അതിനുള്ള റിസോഴ്സ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നോട്ട് കൗണ്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ റെക്കമെൻഡഡ് എപ്പോഴും ഓട്ടോ സ്കെയിൽ തന്നെയാണ്. ഇപ്പൊ പ്രൊഡക്ഷൻ വർക്ക് ലോഡ്സിനൊക്കെ എല്ലാം ഓട്ടോ സ്കെയിൽ തന്നെയാണ് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുക. ഇനി മാക്സിമം പോഡ്സ് പെർ നോഡ്, ഇത് വരുമ്പോഴത്തേക്കും 30 ആണ് എപ്പോഴും ഡിഫോൾട്ട് ആയിട്ട് വരുന്ന പോഡ്സ്. ഈ കേസിലൊക്കെ ഓരോ സ്കൂ സൈസ് വെച്ചിട്ട് ഇത്ര പോഡ്സ് എന്നുള്ളത് ഉണ്ട്, പക്ഷെ കേസിൽ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. 250 പോഡ്സ് ആണ് മാക്സിമം വരുന്നത്. നമുക്കത് അതനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഇനി ഒരു നോഡിന് പബ്ലിക് IP വേണോ വേണ്ടയോ എന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ലേബിൾസ്, ഓക്കെ,
ഇതാണ് നമ്മളുടെ ഒരു നോഡ് പൂളിന്റെ സെറ്റിങ്സ് വരുന്നത്. അടുത്തത് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗ് വരുമ്പോ നിങ്ങളുടെ ക്ലസ്റ്റർ ഒരു പ്രൈവറ്റ് ആയിട്ടാണ് ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോ പുറത്തുനിന്ന് റെസ്ട്രിക്ട് ചെയ്യണം, ആക്സസ് റെസ്ട്രിക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ക്ലസ്റ്റർ ഡിപ്ലോയ് ചെയ്യാം. പ്രൈവറ്റ് ക്ലസ്റ്റർ പിന്നെ അതിന് ആക്സസ് ചെയ്യാനായിട്ട് വേറെ കുറച്ച് കോൺഫിഗറേഷൻസ് വേണ്ടി വരും. ഒന്നില്ലെങ്കിൽ VPN വഴി അല്ലെങ്കിൽ ജംപ് ബോക്സ് കോൺഫിഗർ ചെയ്യേണ്ടി വരും. പ്രൈവറ്റ് ക്ലസ്റ്റർ ആയിട്ടാണ് ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ട, പബ്ലിക്കലി ആക്സസിബിൾ ആയിരിക്കണം, പക്ഷെ ഇന്ന IP ഓതറൈസ്ഡ് IPs മാത്രമേ നമുക്ക് ആക്സസിബിൾ ആയിട്ട് വേണ്ടുള്ളൂ എന്നുള്ള ഓപ്ഷൻസിന് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള IP റേഞ്ചസ് ഇവിടെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള IP മാത്രമേ നമുക്ക് നമ്മളുടെ ക്ലസ്റ്റർ ആക്സസിബിൾ ആയിരിക്കും. അടുത്തത് വരുന്നത് നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്ലസ്റ്ററിന്റെ ഉള്ളിൽ ഉള്ള നെറ്റ്വർക്കിംഗ് ഓപ്ഷൻസ്, ലൈക്ക് കോഡ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഇനേബിൾ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനത്തെ നെറ്റ്വർക്കിംഗ് ഓപ്ഷൻസ് എന്താണ്, എങ്ങനെയാണ്, ഏത് പ്ലഗിൻ വെച്ചിട്ടാ വരിക എന്നുള്ള ഓപ്ഷനാണ് ഈ നെറ്റ്വർക്ക് കോൺഫിഗറേഷനിൽ വരിക. രണ്ടെണ്ണാണ് അവൈലബിൾ, ഒന്ന് അഷ്വർ CNI യും ക്യൂബ്നെറ്റും. ഓക്കെ, ഈ ക്യൂബ്നെറ്റും അഷ്വർ CNI എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ പ്ലഗിൻ പോയിട്ട് എല്ലാ നോഡിലും ഡിപ്ലോയ് ആവും. എന്നിട്ട് ഇത് ക്യൂബ്നെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ നോഡിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സബ്നെറ്റോ VNetനോ ഒരു IP അസൈൻ ആവും. പക്ഷെ പോഡിന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലോജിക്കൽ സ്പേസിൽ നിന്നായിരിക്കും ഈ പോഡിന് IP അലോക്കേറ്റ് ആവുന്നത്. അപ്പൊ പ്രശ്നം വരുന്നത്, വേറൊരു നോഡിലെ പോർട്ടായിട്ട് കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴത്തേക്കും അവിടെ നടക്കുന്നത്, നമ്മൾ UDR എന്ന് പറഞ്ഞിട്ട് യൂസർ ഡിഫൈൻഡ് റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം എഴുതി കൊടുക്കണം. അതായത് നമ്മൾ റൂട്ട് ടേബിൾ, നെറ്റ്വർക്കിംഗിലെ റൂട്ട് ടേബിൾ ഒക്കെ പോലെ നമ്മൾ അവിടെ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു റൂട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നതിലേക്ക് പോകണം, അല്ലെങ്കിൽ അപ്പൊ ഒരു പോഡ് കമ്മ്യൂണിക്കേഷൻ ഇനേബിൾ ചെയ്യുമ്പോൾ ഈ UDR വഴിയായിരിക്കും നേരെ പോയിട്ട് അപ്പുറത്തെ പോഡിലേക്ക് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തിരിച്ചു വരുന്നത്. അപ്പൊ ക്യൂബ്നെറ്റിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കുറച്ച് ശോകമാണ്. കമ്മ്യൂണിക്കേഷൻ നമുക്ക് എപ്പോഴും ഒരു റെസ്ട്രിക്റ്റഡ്, അതായത് ക്ലസ്റ്ററിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ വർക്ക് ലോഡിന് ആവശ്യം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ക്യൂബ്നെറ്റിൽ പോയാൽ മതി. അഷ്വർ CNI ആവുമ്പോഴത്തേക്കും മറിച്ച് നമ്മൾ പറയുന്ന വിർച്വൽ നെറ്റിൽ നിന്ന് VNetൽ നിന്ന് ഓരോ പോഡിനും ഓരോ നോഡിനും IP അസൈൻ ആവും. അപ്പൊ ട്രാഫിക് എപ്പോഴും പോഡിന്റെ IP വരുള്ളൂ. അപ്പൊ അവിടെ റൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിഫറെന്റ് പോഡ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഓൺ പ്രമിസിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻസും എല്ലാം ഇനേബിൾ ആയിരിക്കും. അപ്പൊ ക്യൂബ്നെറ്റ് എപ്പോഴും ബേസിക് സിനാരിയോസിനും അഷ്വർ CNI എപ്പോഴും പ്രൊഡക്ഷൻ വർക്ക് ലോഡ്സിനുമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ ആണ് ഔട്ട് ബൗണ്ട് കണക്ഷൻസിന് ക്യൂബ്നെറ്റ് പ്രിഫർ ചെയ്യുന്നത്. അഷ്വർ CNI ആണ് എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, കാരണം ട്രാഫിക് ഡയറക്റ്റ് ആയിട്ട് പോഡിന്റെ IP വരിക. ബെറ്റർ പെർഫോമൻസ് എപ്പോഴും അഷ്വർ CNI ആയിരിക്കും. പിന്നെ അഷ്വർ CNIയുടെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, VNetന് ഓരോ IP എടുത്തിട്ടാണ് ഓരോ പോഡിന് അലോക്കേറ്റ് ആയി പോകുന്നത്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു നോഡിന് പ്രൈമറി IP അസൈൻ ചെയ്തിട്ട് പ്രൈമറി, അതായിരിക്കും അതിന്റെ പ്രൈമറി IP, ഒരു IP. പിന്നെ സെക്കൻഡറി IP വരുമ്പോൾ നമ്മൾ എത്ര പോഡ്സ് ആണ് ഒരു നോഡിൽ പറഞ്ഞു കൊടുക്കുന്നത്, 30 ആണെന്നുണ്ടെങ്കിൽ ആ 30 IP ഈ നോഡിന്റെ പൂളിലേക്ക് അലോക്കേറ്റ് ആവുകയാണ്. എന്നിട്ട് ഓരോ കണ്ടെയ്നർ വരുമ്പോഴും നമ്മൾ ഓരോ IP ഇതിന് അലോക്കേറ്റ് ആകും. ആ കണ്ടെയ്നർ പോകുമ്പോൾ തിരിച്ച് IP പൂളിലേക്ക് ആഡ് ആവും. ഇങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VNetൽ IP തീർന്നു പോകുമോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. അത്രയും അല്ലെങ്കിൽ അത്രയും ഇതായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ഇത് അഷ്വർ CNI ചൂസ് ചെയ്യരുത്, ക്യൂബ്നെറ്റിന് പോകും. അതാണ് നെറ്റ്വർക്ക് കോൺഫിഗറേഷൻസ്. പിന്നെ ഏത് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. AKS തന്നെ ഇത് മാനേജ് ചെയ്തോളാം. ഇത് തന്നെ ഇത് ഡിപ്ലോയ് ആകും. എന്നിട്ട് നമുക്ക് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് പോർട്സ് ഇനേബിൾ ആയി പൊക്കോളും. പിന്നെ DNS നെയിം പ്രിഫിക്സ്, ഇത് വെച്ചിട്ടായിരിക്കും നമ്മളുടെ API അഡ്രസ്, കുബർനെറ്റിസിന്റെ APIന്റെ DNS അഡ്രസ് വരുന്നത്.
നെറ്റ്വർക്ക് പോളിസി എന്ന് പറയുമ്പോൾ ബൈ ഡിഫോൾട്ട് എല്ലാ പോർട്സും തമ്മിലുള്ള ട്രാഫിക് ഇനേബിൾഡ് ആയിരിക്കും. അപ്പൊ നമുക്കിപ്പോ ഒരു വെബ് സെർവർ ഉണ്ട്, ഒരു MySQL സെർവർ ഉണ്ട്. അപ്പൊ MySQL സെർവറിന്റെ പോഡ് അല്ലെങ്കിൽ MySQLന്റെ പോഡ് ഈ വെബ് സെർവറിൽ നിന്ന് വരുന്ന ട്രാഫിക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊരു റിക്വയർമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്ക് പോളിസി ഡിഫൈൻ ചെയ്യാം കുബർനെറ്റിസിൽ. അപ്പൊ ഈ നെറ്റ്വർക്ക് പോളിസി ഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കണം. കാലിക്കോ ആണ് ഓപ്പൺ സോഴ്സ് നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അഷ്വറിന്റെ തന്നെ നേറ്റീവ് നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻ ഉണ്ട്, ഏതാ വരുന്നത് അത് ചൂസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്ലസ്റ്ററിൽ നമുക്ക് നെറ്റ്വർക്ക് പോളിസി ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നെറ്റ്വർക്ക് പോളിസി ഈ പ്ലഗിൻ വഴി നെറ്റ്വർക്ക് പോളിസി ഇംപ്ലിമെന്റഡ് ആവും. ലോഡ് ബാലൻസർ സ്റ്റാൻഡേർഡ് വരിക. അടുത്തത് ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷൻസിൽ വരുന്നത് മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അഷ്വർ കണ്ടെയ്നർ രജിസ്ട്രിയിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നർ രജിസ്ട്രി ഇവിടെ ക്രിയേറ്റ് ആയി, ഇതിന്റെ ക്രെഡൻഷ്യൽസ് ഓൾറെഡി ക്ലസ്റ്ററിൽ ഇന്റഗ്രേറ്റ് ആയി വരും. അത് നമുക്ക് പിന്നീടും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ വേറെ ഒരു പ്രൈവറ്റ് ജെഫ്രോഗ് ആർട്ടിഫാക്ടറി ആണ് അല്ലെങ്കിൽ ഡോക്കർ ഹബ് ഒക്കെ യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. ഇനി ഇസ്റ്റിയോ സർവീസ് മെഷ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് കാർ കണ്ടെയ്നർ, അതായത് ഒരു പോഡ് വരുമ്പോഴത്തേക്കും ഈ പോഡിന്റെ നെറ്റ്വർക്കിംഗ് ട്രാഫിക്കിങ് സാധനങ്ങളൊക്കെ ഈ പോഡിന്റെ ലോജിക്കിൽ കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അല്ലാണ്ട് ഈ പോഡിലേക്ക് വരുന്ന ട്രാഫിക്കും കാര്യങ്ങളും എല്ലാം നമുക്ക് വേറൊരു സൈഡ് കാർ കണ്ടെയ്നർ വെച്ചിട്ട് മാനേജ് ചെയ്യാം. അപ്പൊ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന കണ്ടെയ്നർ ആക്ച്വലി നമ്മളുടെ ആപ്ലിക്കേഷന്റെ ലോജിക്ക് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ സൈഡ് കാർ കണ്ടെയ്നർ അല്ലെങ്കിൽ സർവീസ് മെഷ് പോലത്തെ സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിൽ പോപ്പുലർ ആയിട്ടുള്ളതാണ് ഇസ്റ്റിയോ ഇനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ ആയിട്ട് ഓൾറെഡി ഇതിന്റെ ഇൻഗ്രസ് ഗേറ്റ്വേ, എക്സ്റ്റേണൽ ഇൻഗ്രസ് ഗേറ്റ്വേ, ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി ഡിപ്ലോയിഡ് ആയിട്ട് വരും. നമ്മൾ മാനുവലി പോയി ക്ലസ്റ്ററിൽ കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അഷ്വർ പോളിസി വരുമ്പോഴത്തേക്കും, അതായത് നമ്മളുടെ ഓർഗനൈസേഷൻ ഒരു റൂൾ ഇറക്കുകയാണ്, ഇനി വരുന്ന ക്ലസ്റ്റേഴ്സ് എല്ലാം ഇന്ന റീജിയനിൽ മാത്രമേ ഡിപ്ലോയ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു റൂൾ ഇറക്കി കഴിയുമ്പോഴത്തേക്കും അത് അവർ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരൊരു അഷ്വർ പോളിസി പോയിട്ട് നമുക്കൊരു പോളിസി എഴുതാം. ഇന്ന ക്ലസ്റ്ററിന് അതായത് ഈ കുബർനെറ്റിസ് ക്ലസ്റ്റേഴ്സിന് ഇന്ന റീജിയൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അഷ്വർ പോളിസിയിൽ റൂൾ എഴുതാം. ആ റൂൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മളിവിടെ ഇനേബിൾഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അഷ്വർ പോളിസി പോയി റൂൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊരു കുബർനെറ്റിസ് ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വേറെ ഒരു റീജിയനിലേക്ക് നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഡിപ്ലോയ് ആവില്ല. വാലിഡേഷൻ പാസ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ട് വരും, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് അഷ്വർ പോളിസി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, ഈ ഓർഗനൈസേഷൻ റൂൾസ് ആൻഡ് കംപ്ലയൻസസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്തത് വരുന്നത് മോണിറ്ററിംഗ് ആണ്. അപ്പൊ ക്ലൗഡ് പ്രൊവൈഡർ ഓൾറെഡി നമുക്ക് അഷ്വറിന്റെ തന്നെ മോണിറ്ററിംഗ് ഉണ്ട്, അത് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. കണ്ടെയ്നർ ഇൻസൈറ്റ്സ് എന്നാണ് അതിനെ പറയുന്നത്. കണ്ടെയ്നർ ഇൻസൈറ്റ്സ് ഇനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ നോഡിന്റെ മെട്രിക്സും പോഡിന്റെ മെട്രിക്സ് ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും, നമ്മളുടെ ക്ലസ്റ്ററിന്റെ തന്നെ വിൻഡോയിൽ തന്നെ കിട്ടും. അതാണ് മോണിറ്ററിംഗ് വരുന്നത്. പിന്നെ അഡ്വാൻസ്ഡിൽ ഇനേബിൾ സീക്രട്ട് സ്റ്റോർ CSI ഡ്രൈവർ ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. ഇനേബിൾ സീക്രട്ട് സ്റ്റോർ CSI ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീ വോൾട്ട് ആയിട്ടൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള CSI ഡ്രൈവർ ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കീ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സീക്രട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു ടൂൾ, ഇതാണ് കീ വോൾട്ട് ആണ് അഷ്വർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ്. ഇനി ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുബർനെറ്റിസ് ക്രിയേറ്റ് ചെയ്യുന്ന കുറെ റിസോഴ്സസ് ഉണ്ടാവും, ഈ ലോഡ് ബാലൻസർ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡിസ്ക്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സ് ഗ്രൂപ്പിന്റെ അണ്ടറിലായിരിക്കും വരിക. നമുക്ക് വേണമെങ്കിൽ ടാക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും എൻവയോൺമെന്റ് പ്രോഡ് ആണോ അല്ലെങ്കിൽ ഡേവ് ആണോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളിവിടെ ടാക്സ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ റിവ്യൂ ആൻഡ് ക്രിയേറ്റ്. ഇവിടെ എനിക്ക് നോട്ട് പോൾസിനോട് ഫ്രീ ട്രയൽ ആയത് കാരണം ഒരു പ്രശ്നമുണ്ട്, അതാണ് വാലിഡേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ വാലിഡേഷൻ പാസ് ആവും, നമുക്ക് ക്രിയേറ്റ് ബട്ടൺ വരും, ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഓക്കെ, ഇതാണ് ഇപ്പൊ എന്റെ ക്ലസ്റ്റർ. കുബർനെറ്റിസ് വേർഷൻ 2.7.9 ഡിഫോൾട്ട് തന്നെ ഞാൻ കൊടുത്തത്. നെറ്റ്വർക്ക് ടൈപ്പ് അഷ്യൂർ CNI ആണ്. ഒരു നോട്ട് പോൾ ഉണ്ട്. ഫ്രീ ട്രയൽ ആണ്. സബ്സ്ക്രിപ്ഷൻ ID കാണിക്കുന്നുണ്ട്. ഫ്രീ നോട്ട് പോൾസ് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിസ്റ്റം നോട്ട് പോൾ മാത്രമേ ഞാൻ ഡിപ്ലോയ് ചെയ്തുള്ളൂ. ഡെമോ പർപ്പസിനായത് കാരണം മാനുവൽ ആണ് ഞാൻ ചൂസ് ചെയ്തത്. ബാക്കി ഇതിന്റെ ക്ലസ്റ്റർ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ വർക്ക് ലോഡ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വർക്ക് ലോഡ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ഒരു ഡെമോ ഡിപ്ലോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് എന്റെ നെയിം സ്പേസും കാര്യങ്ങളും ഡിപ്ലോയ്മെന്റിന്റെ പേര് ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി സർവീസസ് ആൻഡ് ഇൻഗ്രസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർവീസസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. സ്റ്റോറേജ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഇനി ക്ലസ്റ്റർ കോൺഫിഗറേഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അപ്ഗ്രേഡ് വേർഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വേർഷനിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യാം. ഡിഫറെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കൺട്രോൾ പ്ലെയിനും എല്ലാ നോട്ട് പോളും കൂടി ഒരൊറ്റ ഇതിൽ അപ്ഗ്രേഡ് ചെയ്യണോ, അല്ലെങ്കിൽ കൺട്രോൾ പ്ലെയിൻ മാത്രം ചെയ്താൽ മതിയോ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു AKS ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ആപ്ലിക്കേഷൻ എങ്ങനെ AKS ക്ലസ്റ്ററിൽ ഡിപ്ലോയ് ചെയ്യാമെന്ന് നോക്കാം. അതിന് മുന്നേ കുബർനെറ്റിസിന്റെ കുറച്ചൊരു കീ കൺസെപ്റ്റ് ഞാൻ പറയാം. നല്ല ആപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ കുബർനെറ്റിസിന്റെ കീ കൺസെപ്റ്റിലാണ് പോഡ്സ് വരുന്നത്. ആദ്യം തന്നെ പോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കുബർനെറ്റിസിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് പോഡ്സ് എന്ന് പറയുന്നത്. പോഡ്സിന്റെ ഉള്ളിൽ കണ്ടെയ്നേഴ്സ് ഉണ്ട്, പക്ഷെ എന്നാലും പോഡാണ് നമ്മൾ ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഡിപ്ലോയ്മെന്റിൽ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളുടെ പോഡ്സ് ഡിപ്ലോയ് ചെയ്യും, എത്ര റെപ്ലിക്കാസ് വേണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോരോ പോഡായിട്ടായിരിക്കും ഈ സാധനം റൺ ആവുന്നത്. ഡിപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ റൺ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഡിപ്ലോയ്മെന്റിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ എത്ര റെപ്ലിക്കാസ് വേണം, അതിനെത്ര റിസോഴ്സസ് ഉണ്ട്, പിന്നെ അതൊരു ഡിപ്ലോയ്മെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇത് 2 റെപ്ലിക്കാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ഡൗൺ ആയി അപ്പ് ആവണം, അല്ലെങ്കിൽ ഓരോന്ന് പോയിട്ട് വന്നാൽ മതി എന്നുള്ള ബിഹേവിയർ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഡിപ്ലോയ്മെന്റിലാണ്. നെയിം സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വിർച്വൽ ക്ലസ്റ്റർ പോലെ നമ്മൾ ഒരു നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു ഒരു റിസോഴ്സസിനെ കുറച്ച് ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ ഈ നെയിം സ്പേസസിന്റെ ഒരു വിർച്വൽ ക്ലസ്റ്ററിലേക്ക് കൊണ്ടുവരുന്നു. അതിനെയാണ് ഈ നെയിം സ്പേസ് എന്ന് പറയുന്നത്. റെപ്ലിക്ക സെറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിപ്ലോയ്മെന്റ് ആദ്യം പോയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് ആദ്യം ഒരു റെപ്ലിക്ക സെറ്റ് ഉണ്ടാക്കും. ഈ റെപ്ലിക്ക സെറ്റ് ആണ് ഇത്ര റെപ്ലിക്ക നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര റെപ്ലിക്ക റൺ ആവുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്ന ആളാണ് റെപ്ലിക്ക സെറ്റ്. പിന്നെ സർവീസസ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ പറഞ്ഞത് 2 റെപ്ലിക്ക ഉണ്ടെന്ന്, ഈ 2 റെപ്ലിക്കയും കൂടി ഒരു ഇന്റർഫേസ് ആയിട്ട് നമുക്കൊരു കണക്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് വേറൊരു ആപ്ലിക്കേഷനിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ നമുക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഉള്ള ഒബ്ജക്റ്റ് ആണ് സർവീസ്. അതൊരു ഇന്റർഫേസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. എക്സ്പോസ് ചെയ്യാൻ പോഡിന്റെ ഇന്റർഫേസ് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസ് എന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. അതിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ക്ലസ്റ്റർ IP, നോട്ട് പോർട്ട്, ലോഡ് ബാലൻസർ. ഈ ക്ലസ്റ്റർ IP എന്ന് പറയുമ്പോഴത്തേക്കും ക്ലസ്റ്റർ IP ടൈപ്പിലുള്ള ഒരു സർവീസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റേണൽ കമ്മ്യൂണിക്കേഷന് മാത്രമേ സ്പെസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ YAML ഫയല് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ടൈപ്പ് നമ്മൾ ക്ലസ്റ്റർ IP പറഞ്ഞു കൊടുക്കും, എന്നിട്ട് പോർട്ടും പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ക്ലസ്റ്റർ IP എന്ന് പറഞ്ഞ സർവീസ് നമ്മൾ ഇത് ഡിപ്ലോയ് ചെയ്യുമ്പോഴത്തേക്കും ക്ലസ്റ്റർ IP എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റേണൽ IPയും അലോക്കേറ്റ് ആവും. ഇത് നമുക്ക് ഇന്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നോട്ട് പോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ ഒരു നോഡിലെ പോർട്ട്
കോഡിൽ പോർട്ടായിട്ട് മാപ്പ് ചെയ്തിട്ട് ഈ നോഡിലെ പോർട്ട് എക്സ്പോസ് ചെയ്യുന്നതിനെയാണ് നോഡ് പോർട്ട് എന്ന് പറയുന്നത്. ഈ നോഡ് പോർട്ട് അസൈൻ ചെയ്യുന്നത് 3000 to 327767 ആണ്. അപ്പൊ ഇതില് നോഡ് പോർട്ടിൽ നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഈ അസൈൻഡ് ആയിട്ടുള്ള റേഞ്ച് ചെയ്യുന്ന ഒരു പോർട്ട് പോയിട്ട് നോഡിൽ അസൈൻ ആകും. എന്നിട്ട് അവിടെ ഒരു സർവീസ് ക്രിയേറ്റ് ആവും. അപ്പൊ ഇത് ചെയ്യുന്നത് നോഡിൽ ഒരു പോർട്ട് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഒരു ടൈപ്പും കൂടി ഉണ്ട്, ലോഡ് ബാലൻസർ. ഈ ലോഡ് ബാലൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലൗഡ് പ്രൊവൈഡേഴ്സിൽ ഡിപ്ലോയ് ചെയ്ത കുബർനെറ്റിസ് ക്ലസ്റ്റേഴ്സിന് മാത്രം അവൈലബിൾ ആയിരിക്കും ഈ ലോഡ് ബാലൻസർ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ അഷ്വർ ലോഡ് ബാലൻസറിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു എക്സ്റ്റേണൽ ഇന്റർഫേസ് ഉണ്ടാക്കും. ഇതാണ് നമ്മൾ കൂടുതൽ എക്സ്റ്റേണൽ ആക്സസിന് യൂസ് ചെയ്യുന്ന സർവീസ്. ഇപ്പൊ നോഡ് പോർട്ടിൽ നിങ്ങൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ മുകളിൽ ചിലപ്പോൾ ഒരു ലോഡ് ബാലൻസർ വെക്കേണ്ടി വരും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഇനി അടുത്തത് ഇൻഗ്രസ്. ഇൻഗ്രസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ട്രാഫിക് ക്ലസ്റ്ററിലേക്ക് എങ്ങനെ എത്തും എന്നുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾക്കൊരു ഡൊമൈൻ ഉണ്ട് www.example.com. ഇപ്പൊ www.example.com രണ്ട് പാത്ത് ഉണ്ട് എന്ന് വിചാരിക്കുക, /പോർട്ടലും /admin. ഓക്കെ, അപ്പൊ /പോർട്ടൽ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഡിപ്ലോയ്മെന്റ്, നിങ്ങൾ അഡ്മിന് വേണ്ടിയിട്ട് ഒരു ഡിഫറെന്റ് ഡിപ്ലോയ്മെന്റ് ചെയ്തു, എന്നിട്ട് അതിനൊരു സർവീസ് ഉണ്ടാക്കി. അതേപോലെ തന്നെ പോർട്ടലിൽ നിങ്ങൾ വേറൊരു ഡിപ്ലോയ്മെന്റ് ചെയ്തു, അതിനൊരു സർവീസ് ഉണ്ടാക്കി. അപ്പോൾ ഡിഫറെന്റ് സർവീസസിലേക്ക് നിങ്ങൾക്ക് റൂട്ട് ചെയ്യണം. അതിനുള്ള സൊല്യൂഷൻ ആണ് ഇൻഗ്രസ്. ഇൻഗ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലസ്റ്ററിൽ ഇൻഗ്രസ് കൺട്രോളർ അവൈലബിൾ ആയിരിക്കണം. അഷ്വറിന്റെ തന്നെ ഇൻഗ്രസ് കൺട്രോളർ ഉണ്ട്, അത് നമുക്ക് ആഡ് ഓൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ എൻജിനിക്സ് ഇൻഗ്രസ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ സോഴ്സ് അവൈലബിൾ ആണ്. അത് തന്നെയാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ക്ലസ്റ്ററിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇൻഗ്രസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഹോസ്റ്റ് നെയിമും സർവീസും എങ്ങോട്ടാ റൂട്ട് ചെയ്യേണ്ടത് പാത്തും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റൂട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ഇൻഗ്രസിന്റെ യാമിൽ വരുന്നത്. ഞാൻ ലോഗിൻ ഇന്ന സർവീസ് നെയിം ഏത് പോർട്ടിലേക്കാണ്, ഇതും /പോർട്ടൽ ഏത് സർവീസിലേക്കാണ് എന്നുള്ളതും പറഞ്ഞു കൊടുക്കും. ഞാനിവിടെ ഹോസ്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഇവിടെ നമുക്ക് ഹോസ്റ്റ് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് കുബർനെറ്റിസിന്റെ ഒരു കീ കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, നമുക്കൊരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിപ്ലോയ്മെന്റ് ഫയല്. ഇതിൽ ഞാൻ നെയിം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ലേബൽസ് ആയിട്ട് ആപ്പ് വെബ് കൊടുത്തിട്ടുണ്ട്, റെപ്ലിക്കാസ് എത്ര റെപ്ലിക്കാസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്ട്രാറ്റജി റോളിംഗ് അപ്ഡേറ്റ് വേണം. രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി ഞാൻ പറഞ്ഞില്ലേ. ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മൊത്തമായിട്ട് പോണോ അല്ലെങ്കിൽ മൊത്തമായിട്ട് പോയിട്ട് വരണോ, ഒരു ഇമേജ് അപ്ഡേഷൻ നടക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ഈ ഡിപ്ലോയ്മെന്റിൽ ഒരു കോൺഫിഗറേഷൻ അപ്ഡേറ്റ് നടക്കുമ്പോൾ ഈ പോഡ് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇവിടെ പറഞ്ഞു. റീക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ട്, റോളിംഗ് അപ്ഡേറ്റ് ഉണ്ട്. അപ്പൊ റീക്രിയേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഡ് മൊത്തത്തിൽ ഡൗൺ ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പൊ റോളിംഗ് അപ്ഡേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 by 1 ആയിട്ടായിരിക്കും പോയി വരുന്നത്. ഇനി സ്പെക്കിലാണ് നമ്മൾ ഇമേജ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു HTML ഇമേജ് ഉണ്ടാക്കിയിട്ട് ഡോക്കർ ഹബിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഇമേജ് ആണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു റിസോഴ്സസ് എത്ര വേണം എന്നുള്ളത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വർക്ക് ലോഡ് അനുസരിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു ബേസിക് ആയിട്ടുള്ള റിസോഴ്സ് ആണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. കണ്ടെയ്നർ പോർട്ട് 80, ഇതാണ് ഇത്രയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഡിപ്ലോയ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ ഒരു നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്ത് നോക്കാം. അപ്പൊ നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് kubectl create ns ഡെമോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ns ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി നമ്മളുടെ ക്ലസ്റ്റർ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓക്കെ, ഇവിടെ ഓവർവ്യൂവിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ബാക്ക് എൻഡിൽ കണക്ട് ചെയ്യാമെന്ന് ഉള്ള കമാൻഡ് ഇവിടെ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കമാൻഡ് എടുത്ത് നേരെ റൺ ചെയ്താൽ മതി, നിങ്ങളുടെ ക്ലസ്റ്റർ ബാക്ക് എൻഡിൽ കണക്ട് ആവും.
ആദ്യം സബ്സ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യുക, പിന്നെ ക്രെഡൻഷ്യൽസ് സെറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഈ 2 കമാൻഡ് അടിച്ചിട്ട് എന്റെ ക്ലസ്റ്റർ ഓൾറെഡി ബാക്കെൻഡിൽ കണക്റ്റഡ് ആണ്. ഞാനിവിടെ NS ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഡെമോ എന്ന് പറഞ്ഞിട്ടുള്ള NS ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഡിപ്ലോയ്മെന്റ് ആവുന്നത്. നമുക്കിവിടെ ഞാനിപ്പോ ഓൾറെഡി ഡിപ്ലോയ്മെന്റ് YAML ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം അപ്ലൈ കൊടുത്താൽ മതി. എനിക്ക് ക്യൂബിസിറ്റിയിൽ അപ്ലൈ ഡിപ്ലോയ്മെന്റ് YAML -n നമ്മൾ നെയിം സ്പേസ് ഏതിലേക്കാണ് ഡിപ്ലോയ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം. ഇതാണ് -n നമ്മളുടെ സോറി -f കൊടുക്കുക. ഓക്കെ, അപ്പൊ ഡിപ്ലോയ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഡിപ്ലോയ് എന്ന് കൊടുത്താലും മതി. ഓക്കെ, നമ്മുടെ ഡിപ്ലോയ്മെന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. കോഡ് വന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ, കോഡും റണ്ണിങ് ആണ്. ഇനി ഈ കോഡ് നമുക്ക് പുറത്തുനിന്ന് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നമുക്കിവിടെ ഏത് നോഡിലേക്കാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും. അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കുബർനെറ്റിസിൽ. കുബർനെറ്റിസിന്റെ ചീറ്റ് ഷീറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുബർനെറ്റിസ് കുറെ കമാൻഡ്സിന്റെ ഇത് കിട്ടും, അതിലുണ്ടാവും. ഇതിലിപ്പോ ആകെപ്പാട് ഒരു നോഡ് ഞാൻ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളൂ, അത് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അതിലേക്ക് തന്നെയാണ് ഡിപ്ലോയ് ആയിരിക്കുന്നത്. ഇനി ഈ കോഡ് ഇവിടെ റണ്ണായി, പക്ഷെ ഇനി ഈ കോഡ് ഇനി വേറൊരു പുറത്തുനിന്ന് കിട്ടണം എന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു സർവീസ് ക്രിയേറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് എക്സ്റ്റേണലിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ലോഡ് ബാലൻസറിന്റെ ഒരു സർവീസ് തന്നെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഫ്രീ ട്രയലിൽ 2 ലോഡ് IP പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, ഇതിന് ലോഡ് ബാലൻസർ ഓക്കെ, ഞാൻ ഓൾറെഡി നമ്മളുടെ ആപ്ലിക്കേഷന്റെ പോർട്ട് 80 ആണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ടും നമുക്ക് 80 ടാർഗറ്റ് പോർട്ടും നമ്മൾ 80 തന്നെയാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ ലോഡ് ബാലൻസറിന്റെ ലോഡ് ബാലൻസർ സർവീസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ ആയിട്ട് ടെൻഡിങ് ആണ്, അലോക്കേറ്റ് ആവുമെന്ന് നോക്കാം. ഫ്രീ ട്രയൽ ആയത് കാരണം ചിലപ്പോൾ ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അലൊക്കേറ്റ് ആയിട്ടുണ്ട് എക്സ്റ്റേണൽ IP. ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടോ എന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ ഇത് ഞാനൊരു HTML സാമ്പിൾ ആപ്ലിക്കേഷൻ ചെയ്തതാണ്. നമ്മളുടെ ആപ്ലിക്കേഷൻ അപ്പായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ AKS ഡിപ്ലോയ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൊമൈൻ അലോക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൊമൈൻ വേറെ വാങ്ങിച്ചിട്ട് ഈ IP-യിലേക്ക് അലോക്കേറ്റ് ചെയ്താലും മതി. DNS ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൊമൈൻ അപ്പാവും. ഓക്കെ,
അടുത്തത് AKS സ്റ്റോറേജ്. AKS സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ കോഡ് ഡൗൺ ആയി കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഉള്ളിലെ ഡാറ്റാസ് എല്ലാം പോകും. അപ്പൊ നിങ്ങൾക്ക് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ്, ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോഡിനോട് ഒരു സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അഷ്വർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ് മാനേജ്ഡ് ഡിസ്ക്, അഷ്വർ ഫയൽസ് എല്ലാം, ബ്ലോക്ക് കണ്ടെയ്നേഴ്സ്, കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ കുബർനെറ്റിസ് ക്ലസ്റ്ററിലെ ഒരു 3 ഒബ്ജക്ട്സ് ആണ് പെർസിസ്റ്റന്റ് വോളിയം ക്ലെയിം, സ്റ്റോറേജ് ക്ലാസ്. പെർസിസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ക്ലസ്റ്ററിൽ മൊത്തത്തിൽ നമ്മളൊരു സ്റ്റോറേജ് റിസോഴ്സ് പ്രൊവിഷൻ ചെയ്ത് വെക്കുക. അതാണ് ഈ പെർസിസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത്. ഈ പെർസിസ്റ്റന്റ് വോളിയം ക്ലെയിം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പ്രൊവിഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന പെർസിസ്റ്റന്റ് വോളിയത്തിൽ നിന്ന് നമുക്ക് ഇത്ര GB വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കോഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോയ്മെന്റിന് ഇത്ര GB വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഈ പെർസിസ്റ്റന്റ് വോളിയം ക്ലെയിം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പോയിട്ട് നമ്മളുടെ പെർസിസ്റ്റന്റ് വോളിയത്തിനോട് പറയും, പെർസിസ്റ്റന്റ് വോളിയത്തിൽ നിന്ന് ഇത്ര സ്റ്റോറേജ് നമ്മളുടെ കോഡിന് നമ്മളുടെ ഡിപ്ലോയ്മെന്റ് അലോക്കേറ്റ് ആവും. അതാണ് നടക്കുന്നത്. അപ്പൊ നമ്മളുടെ സ്റ്റോറേജ് ഇപ്പൊ പോഡില് ഓക്കെ, ഇതാണ് നമ്മളുടെ PVC വരുമ്പോഴത്തേക്കും നടക്കുന്നത്. അപ്പൊ നമ്മളിവിടെ PVCയുടെ ഒരു YAML ഫയൽ പറയുമ്പോൾ ഒരു പേര് പറഞ്ഞു കൊടുക്കുക. ആക്സസ് മോഡ് ഉണ്ട്. ആക്സസ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡിസ്പ്ലേക്ക് ഒക്കെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്ര പോർട്സിന് റീഡ് റൈറ്റ് മെനി ഉണ്ട്, റീഡ് റൈറ്റ് വൺസ് ഉണ്ട്. അപ്പൊ ഈ ആക്സസ് വെച്ചിട്ടായിരിക്കും നമ്മളുടെ എങ്ങനെയാണ് നമ്മളുടെ മൗണ്ട് സ്റ്റോറേജിന്റെ, അതായത് ഈ ഡിസ്കിലേക്ക് എങ്ങനെ ആക്സസ് വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളിവിടെ റിക്വസ്റ്റ് റിക്വസ്റ്റ് സ്റ്റോറേജ് 100 GI പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ക്ലാസ് MyAssure ഫയലാണ്. സ്റ്റോറേജ് ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സ്റ്റോറേജ് ക്ലാസ് ആണ് നമ്മളുടെ അഷ്വർ റിസോഴ്സസിനെ പോയിട്ട് പ്രൊവിഷൻ ചെയ്ത് കൊണ്ടുവരുന്ന ആൾ. ഇതാണ് നമ്മളുടെ സ്റ്റോറേജിനെ ആക്സസ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾ. അപ്പൊ അതിന് നമുക്ക് ഡൈനാമിക് ആയിട്ട് പ്രൊവിഷൻ ചെയ്യാനും പറ്റും. അതായത് നമ്മളുടെ PV നമുക്കില്ല എന്നുണ്ടെങ്കിലും, അതായത് ഒരു PV ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം, സ്റ്റാറ്റിക് ആയിട്ട് ഒരു PV ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്റ്റോറേജ് ക്ലാസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്റ്റോറേജ് ക്ലാസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ന സ്റ്റോറേജ് ക്ലാസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പെർസിസ്റ്റന്റ് വോളിയം ക്ലെയിമിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറേജ് ക്ലാസ് പോയിട്ട് നമുക്ക് വേണ്ട ഡിസ്കോ അല്ലെങ്കിൽ കാര്യങ്ങളോ പോയിട്ട് പ്രൊവിഷൻ ചെയ്ത് കൊണ്ടുവരും. സ്റ്റോറേജ് ക്ലാസ്സിലാണ് ബാക്കി നമ്മൾ സംഭവങ്ങൾ എഴുതുന്നത്. നിങ്ങൾക്ക് അഷ്വർ ഫയൽ ആണോ ഡിസ്ക് ആണോ എന്നുള്ളത് ഈ പ്രൊവിഷണറിൽ നമുക്ക് അതേപോലെ മാറ്റി കൊടുക്കാൻ പറ്റും. ഡിസ്ക് ആണോ അല്ലെങ്കിൽ ഫയൽ ആണോ, അഷ്വർ ഫയൽസ് ആണോ നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത് പോയിട്ട് ഡൈനാമിക് ആയിട്ട് പ്രൊവിഷൻ ചെയ്ത് കൊണ്ടുവന്നോളും. മൗണ്ട് ഓപ്ഷൻസ് കൊടുക്കാം, പാരാമീറ്റേഴ്സ് കൊടുക്കാം. ഇതിപ്പോ ഞാൻ ഇവിടെ പ്രീമിയം LRS നമ്മളുടെ സ്കൂൾ നെയിം ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. റിഡൻഡൻസി ഏത് വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ PVC നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് ഇനി PVC നമ്മൾ പോയിട്ട് ഈ ബോർഡിന്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. വോളിയംസ് എന്ന് പറഞ്ഞിട്ട് സെഷനിൽ നമ്മൾ പെർസിസ്റ്റന്റ് വോളിയം ക്ലെയിം ഇന്നതിന്നാണ് നമ്മൾ ഇതെടുക്കുന്നത്, ഇന്ന പാർട്ടിലേക്കാണ് നമ്മൾ മൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമുക്കൊരു കോഡിന് സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അടുത്തത് AKS സെക്യൂരിറ്റി. ഇപ്പൊ ക്ലസ്റ്റർ പ്രൊവിഷൻ ചെയ്ത് സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്തു, ബാക്കി നെറ്റ്വർക്കിംഗ് ഓപ്ഷൻസ് ഒക്കെ ആയി. ഇനി ക്ലസ്റ്റർ നമ്മൾ എങ്ങനെ സെക്യൂർ ചെയ്യും, അതിന്റെ ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് പോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഒന്ന്, ക്ലസ്റ്റർ ലേറ്റസ്റ്റ് വേർഷനിൽ കീപ്പ് ചെയ്യാം. അതാണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ AKS 3 അവൈലബിൾ GA വരെ സപ്പോർട്ട് ചെയ്യും. അതായത് ഇപ്പൊ എത്തി നിൽക്കുന്നത് 2.9 ആണ് എന്നുണ്ടെങ്കിൽ 2.7-ലും 2.8-ലും 2 സ്റ്റേബിൾ പാച്ചസും വരെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ക്ലസ്റ്റർ എപ്പോഴും അപ്ഡേറ്റഡ് വെർഷനിലായിട്ട് കീപ്പ് ചെയ്യാം. രണ്ടാമത്തത്, നമ്മളുടെ ക്ലസ്റ്ററിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് API സെർവറിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന ഓതറൈസ്ഡ് IP റേഞ്ചസിൽ നിന്ന് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. പിന്നെ ഒതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ, AAD-യും കുബർനെറ്റിസ് RBAC-ഉം അതും കറക്റ്റ് ആയിട്ട്
ആക്സസ് റെസ്ട്രിക്ട് ചെയ്യാം. പിന്നെ നെറ്റ്വർക്ക് ഫ്ലോ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് NSG ഉണ്ട്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്. അപ്പൊ ഇന്ന സബ്നെറ്റ് ഇന്ന IP-യിലേക്ക് വരുന്ന ഫ്ലോസ് ഒക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്നതിന്ന് അലോ ചെയ്യാം, അലോ ചെയ്യാണ്ടിരിക്കാം, അങ്ങനെ. പിന്നെ ഡിഫറെന്റ് പോർട്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്യാം, അതും നെറ്റ്വർക്ക് പോളിസി വെച്ചിട്ട് നമുക്ക് പറ്റും. പിന്നെ കുബർനെറ്റിസ് സീക്രട്ട് ആണ്. പിന്നെ സെൻസിറ്റീവ് ഡാറ്റ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുബർനെറ്റിസ് സീക്രട്ട് യൂസ് ചെയ്യും. കുബർനെറ്റിസ് സീക്രട്സ് ആക്ച്വലി നമ്മുടെ HCDയിലാണ് ആക്ച്വലി കുബർനെറ്റിസ് സീക്രട്ട് പോയി സ്റ്റോർ ആവുക. എന്നിട്ട് നമുക്ക് പോഡിന് ആവശ്യമുള്ള സമയത്ത് മാത്രം, അതായത് പോഡ് വരുമ്പോൾ മാത്രമേ ഈ കുബർനെറ്റിസ് സീക്രട്ട് പോഡിലേക്ക് വരും. പോഡ് പോകുമ്പോഴത്തേക്കും അത് പിന്നെ അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. കുബർനെറ്റിസ് സീക്രട്സ് സെൻസിറ്റീവ് ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുബർനെറ്റിസ് സീക്രട്ട് യൂസ് ചെയ്യാം. അതൊക്കെയാണ് സെക്യൂരിറ്റി പോർഷൻസിൽ വരാം. ഇതിൽ കുറെ ആഡ്-ഓൺസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കേസിൽ മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ അങ്ങനത്തെ കുറെ ആഡ്-ഓൺസ് ഒക്കെ വരുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് പോയില്ല. ബേസിക് സെഷനാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഇതാണ് കേസിന്റെ ഒരു ബേസിക് സെഷൻ വെച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ ഉസ്മി. ഹായ്. ഹായ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ നേരം നമുക്ക് മാസ്റ്ററിനോട് ഒരു VM ആയിട്ട് കാണാൻ പറ്റുമോ? മാസ്റ്ററിനോട് ഒരു VM ആയിട്ട് ഇല്ല. അത് മാനേജ്ഡ്, എന്റെ അറിവനുസരിച്ചിട്ട് ഇല്ല. മാനേജ്ഡ് അല്ലേ, ആയതുകൊണ്ട് ക്ലസ്റ്റർ ഇതിന്റെ ക്യൂബ് സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ സിസ്റ്റം ഏജന്റ് പൂളിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ക്യൂബ് സിസ്റ്റത്തിന്റെ പോർട്സ് ഗെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. മാസ്റ്റർ നോഡായിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മളിപ്പോ ഗെറ്റ് നോട്ട്സ് ചെയ്യാൻ നേരം മാസ്റ്റർ കാണിക്കില്ല. ഇല്ല, നമ്മള് ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചില്ലേ, കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഗെറ്റ് നോട്ട്സ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്ത ആകപ്പാടെ ആ ഒരു നോഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കണ്ടോ? നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോട്ട്സ് ഏതാണോ അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇനി നമുക്ക് ക്യൂബ് CTL ഗെറ്റ് NS അടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്യൂബ് പബ്ലിക്, ക്യൂബ് സിസ്റ്റം, ക്യൂബ് VS ഇതെല്ലാം നമ്മളുടെ കുബർനെറ്റീസിൻ്റെതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള പോർട്സും കാര്യങ്ങളും ഇതിന് വേണ്ടിയിട്ടുള്ള, അതായത് ക്ലസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ള പോർട്സും കാര്യങ്ങളൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ ക്യൂബ് സിസ്റ്റത്തിന്റെ ഉള്ളിലും പബ്ലിക് നോഡ്ലീസിന്റെ ഉള്ളിലും കാണാൻ പറ്റും. അല്ലാണ്ട് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ, അല്ല, കൺട്രോൾ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നോഡായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും? വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ചാറ്റില് നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ ചാറ്റിലാണെങ്കിലും ഷെയർ ചെയ്യാവുന്നതാണ്. ചാറ്റിൽ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല ഹുസ്നി ഇതുവരെ. ഓക്കെ. Which type of LV created while using service type load balancer? സ്റ്റാൻഡേർഡ് ആണ്, സ്റ്റാൻഡേർഡ് ലോഡ് ബാലൻസർ ആണ്. ഹാഷിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു.
ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ. ഹലോ, കേക്ക് കേൾക്കാം. അഷ്വറിന്റെ മോണിറ്ററിംഗ് ഉള്ളത് കൂടെ തന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഗ്രഫാന പ്രോപ്പർട്ടീസ് നമുക്ക് പുറമെ ഒരു VML സെറ്റ് ചെയ്തിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുമോ? എന്താണ് അതിന്റെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് എൻ പോയിന്റ് എക്സ്പോസ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? ഗ്രഫാന പ്രൊമത്യൂസ് നമുക്ക് ക്ലസ്റ്ററിൽ തന്നെ ഇപ്പൊ സെറ്റപ്പ് ചെയ്യാം. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സോ കാര്യങ്ങളോ എനിക്ക് അറിയില്ല. പക്ഷെ ക്ലസ്റ്ററിൽ നമുക്ക് സെറ്റപ്പ്. ഓക്കെ, പറഞ്ഞു. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പൊ ക്ലസ്റ്ററിൽ തന്നെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് നമുക്ക് ഒരു ക്ലസ്റ്ററിൽ നമ്മളൊരു ഹെലം ചാർട്ട് വല്ലതും ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലസ്റ്ററിനുള്ളിൽ തന്നെ റൺ ചെയ്യുന്ന ഒരു ഗ്രഫാന പ്രൊമറ്റീസ് കിട്ടും. അപ്പൊ നമുക്ക് കുറെ ക്ലസ്റ്റർ ഉണ്ടെങ്കിൽ ഓരോ ക്ലസ്റ്ററിനും ഓരോ ഗ്രഫാനയിലായിരിക്കും നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് പുറത്തുനിന്ന് മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഒരു ഗ്രഫാന പ്രൊമറ്റീസ് സെറ്റപ്പ് ഉണ്ട്, അതിലേക്ക് ഈ ക്ലസ്റ്ററിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടോ ഇതിന്റെ മോണിറ്ററിങ് ആഡ് ചെയ്യണമെങ്കിൽ? അത് ചെയ്യാൻ പറ്റും. കാരണം ഇതിന്റെ ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ക്ലസ്റ്ററിൽ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. കറക്റ്റ് സ്റ്റെപ്സ് അറിയില്ല, പക്ഷെ ചെയ്യാൻ പറ്റും. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സിന് നമുക്കൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു URL വെച്ചിട്ട് ഈ ക്ലസ്റ്റേഴ്സിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ക്ലസ്റ്ററിന് വേണ്ടിയിട്ടുള്ള, അതായത് നമ്മളുടെ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്യാനുള്ള കോൺഫിഗറേഷൻ നമ്മൾ ക്ലസ്റ്ററിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റും. താങ്ക് യു ശ്യാം. മറ്റാർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. How to have a DNS service to cluster? DNS സർവീസ് ടു ക്ലസ്റ്റർ ഉദ്ദേശിച്ചത് ബൈൻഡ് പോലത്തെ DNS സർവീസ് ക്ലസ്റ്ററിൽ എങ്ങനെ ആഡ് ചെയ്യാം, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഹലോ. എനിക്കൊരു കസ്റ്റം DNS സെർവർ. എന്റെ ബേസിക്കലി Azure സിസ്റ്റം ഒരു എക്സ്റ്റൻഡഡ് DC മാതിരി പറഞ്ഞ. അപ്പൊ എനിക്ക് സ്വന്തമായിട്ടൊരു DNS സർവീസ് റൺ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഇതിലേക്ക് എങ്ങനെയാണ് DNSന്റെ സർവീസസ് ഇന്റഗ്രേറ്റ് ചെയ്യുക? ബേസിക്കലി പബ്ലിക് DNS അല്ലാണ്ട് നമുക്കൊരു കസ്റ്റം DNS ഓടിക്കാൻ വേണ്ടി. അതെനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ലോജിക്കലി നമുക്കൊരു സർവീസ് അല്ലെങ്കിൽ ഇത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു DNS സെർവർ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ സാധാരണ ആപ്ലിക്കേഷൻ പോലെ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കേണ്ടതല്ലേ? അത് അപ്പൊ ഡിപ്ലോയ്മെന്റിൽ DNS സർവീസ് എന്ന് പറഞ്ഞ് ടാഗ് ചെയ്യാൻ കോൺഫിഗറേഷൻ ഉണ്ടോ? ലൈക്ക് എന്റെ DNS സെർവർ ഇന്നതാന്ന് പറഞ്ഞിട്ട്, ലൈക്ക് അഷ്യൂറിന്റെ DNS അല്ലാണ്ട് വേറൊരു DNS സെർവറിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ, ലൈക്ക് നമ്മൾ റെപ്പോസിറ്ററി ആണ് ചെയ്യുന്ന മാതിരി. അതെനിക്ക് വലിയ ഐഡിയ ഇല്ല. ആയിട്ട് ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ നോക്കിയിട്ട് പറയാം. മെയിലോ എന്തെങ്കിലും അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് വേറെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിന്റെ ഉത്തരം വേറെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഷെയർ ചെയ്യാട്ടോ. ഈ DNSന്റെ ഇഷ്യൂസ് ചില ഇൻസ്റ്റൻസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക്സ്. ഹരീഷ് അല്ലേ ചോദിച്ചത്? അതെ. ഹലോ ഹരീഷ്, നമ്മുടെ ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആണോ? അല്ല. ഞാനിവിടെ ലിങ്ക് ഷെയർ ചെയ്യാം. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിന് ഉത്തരം കിട്ടുന്നതാണ്. ചിലപ്പോൾ ഒന്നുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്യേണ്ട വരുമായിരിക്കും. കാരണം ആ ചോദ്യം എക്സ്റ്റേണൽ DNS എന്ന് പറയുമ്പോഴേ. ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മുടെ മെയിൻ ഗ്രൂപ്പ് ഫുള്ളായിട്ടിരിക്കുകയാണ്. ഇത് ബിഗിനേഴ്സ് ഗ്രൂപ്പാണ്. പക്ഷെ സ്റ്റിൽ അവിടെയും അത്യാവശ്യം ക്വറീസ് വരുന്നുണ്ട്, ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. സോ ഞാൻ ഓൺ പ്രെം കുബർനൈറ്റ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നു. അത് എക്സ്റ്റേണൽ വരുമ്പോൾ കുറച്ചുകൂടി റെലവന്റ് വരും.
ഓൺ പ്രൈമിൽ എന്തായാലും സ്വന്തം DNS മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അല്ല റിസോൾവിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് യൂസ് ടു വർക്ക്. ഒരു എക്സ്റ്റേണൽ DNS സെർവർ ആണെങ്കിൽ റിസോൾവറിനകത്ത് നമുക്ക് അതിന്റെ IP സെർച്ച് ആയിട്ടോ ഇത് പറഞ്ഞു കൊടുത്താൽ പോരെ എല്ലാ നോഡിലും? അതെ, അത് ഓൺ പ്രൈമിൽ വർക്ക് ചെയ്യാറുണ്ട്. അത് അഷ്യൂറിൽ വരുമ്പോഴും അങ്ങനെ തന്നെ വർക്ക് ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയാണ്. ഓക്കെ. ഓക്കെ, ഞാൻ ലിങ്ക് ജോയിൻ ചെയ്യാം. താങ്ക് യു ഹരീഷ്. വേറെ ആർക്കെങ്കിലും ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. അത്തരം സിനാരിയോയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചാറ്റിൽ പുതിയതായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ചോദ്യങ്ങളുണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റിൽ ചോദിക്കാം. നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്. നമുക്ക് kubectl യൂസ് ചെയ്യുന്നതിന് പകരം ഹെൽം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് AKS-നകത്ത് പറ്റുമോ? പറ്റും. ഹെൽം ആഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ ക്ലൗഡ് ഷെല്ല് വെച്ചിട്ട് ഓരോ അല്ല, പ്രാവശ്യം ഈ kubectl എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ API സെർവറായിട്ട് മീൻസ് ഇന്ററാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ്. ഹെൽം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പാക്കേജ് മാനേജർ ആയിട്ട് ആക്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ ഹെൽം അതെ ഇപ്പൊ അതെ നമ്മളിപ്പോ അതെ ഒരു പക്ഷെ അപ്പൊ ഹെൽം നമ്മൾ യൂസ് kubectl ചെയ്യുന്ന പകരം ഹെൽം എന്ന് പറയുമ്പോൾ അല്ല, നമുക്ക് ശരിക്കും എന്താണ് ഡൈനാമിക് ആയിട്ട് വാല്യൂസ്, അതായത് നമ്മൾ എന്താ വാല്യൂസ് ഡൈനാമിക്കലി പാസ് ചെയ്യേണ്ടി വരുമ്പം നമ്മൾ ഹെൽം വെച്ചിട്ട് വാല്യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഡിഫറെൻറ്റ് എൻവറോൺമെന്റിന് ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ രീതിയിൽ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട് സാധാരണ, അല്ലാതെ ഡിപ്ലോയ് ചെയ്യുമ്പം. അപ്പൊ AKS-നകത്തും അതായത് സെയിം പർപ്പസ് അവിടെ നടക്കും. പറ്റും, സെയിം പർപ്പസ് നടക്കും. ഹെൽം നിങ്ങൾക്ക് ചെയ്യാം, ഹെൽമിന്റെ ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കസ്റ്റമൈസ് ആണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അല്ല, അപ്പോ അപ്പൊ AKS ചെയ്യുമ്പോൾ നമ്മൾ ക്ലൗഡ് ഷെല്ല് വഴിയാണല്ലോ ചെയ്യേണ്ടത്. അല്ല, നിങ്ങൾക്ക് ബാക്ക് എൻഡിൽ കോൺഫിഗർ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ. ക്ലസ്റ്റർ കണക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്ക് എൻഡിൽ ഹെൽം പാക്കേജ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഹെൽം വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലസ്റ്ററിൽ ഡിപ്ലോയ് ആവും. ഓക്കെ ഓക്കെ, താങ്ക്സ്. താങ്ക് യു അശ്വതി. ക്ലാരിഫൈഡ് ആണ്? എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. താങ്ക് യു. താങ്ക് യു. മറ്റാർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഈ പ്രൈവറ്റ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് പറഞ്ഞല്ലോ, പ്രൈവറ്റ് പബ്ലിക് ഉണ്ടെന്ന്. അപ്പൊ ഈ പ്രൈവറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നുള്ള കണക്ഷൻ എങ്ങനെയാണ്? kubectl എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? അതായത് നമ്മൾ ക്യൂബ് കോൺഫിഗ് വെറുതെ എടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം പ്രൈവറ്റിലാണല്ലോ നിങ്ങളുടെ ക്ലസ്റ്റർ ഇരിക്കുന്നത്. അപ്പൊ API സെർവറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ജെം ബോക്സ് സെറ്റപ്പ് ചെയ്യുക. അതായത് നമ്മളുടെ പ്രൈവറ്റ് IP അസൈൻ ചെയ്ത് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് ആ ഇൻസ്റ്റൻസിൽ ഒരു പബ്ലിക് IP അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആ പബ്ലിക് IP വെച്ചിട്ട് VM-ലേക്ക് കയറാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് പ്രൈവറ്റ് കണക്ഷൻ, പ്രൈവറ്റ് ഇന്റേണൽ IP നമ്മൾ സെയിം VNet-ൽ തന്നെ അസൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഈ കുബർനെറ്റിസ് ക്ലസ്റ്റർ അവൈലബിൾ ആയിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് VPN വെച്ചിട്ടായാലും പറ്റും. ആ VNet-ലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലേ? കൺട്രോൾ പ്ലെയിൻ ഇവിടെ ആക്സസിബിൾ VNet-ലേക്ക് അല്ലാത്തതുകൊണ്ട്. നമ്മൾ കണക്ട് ചെയ്യാണ്. വേറൊരു ഇൻസ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റൻസിൽ സെയിം VNet-ൽ ഒരു IP അലോക്കേറ്റ് ചെയ്യുക, ഒരു പബ്ലിക് IP അലോക്കേറ്റ് ചെയ്യുക. എന്നിട്ട് ആ പബ്ലിക് IP വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്തിട്ട് അവിടെ നിന്ന് കുബർനെറ്റിസ് ക്ലസ്റ്റർ ആക്സസ് ചെയ്യാം. താങ്ക് യു, മനസ്സിലായി. താങ്ക് യു ശ്യാം.